അപ്പോൾ ഇന്ന് കാടും മേടും ഒക്കെ താണ്ടി നമ്മൾ രാംനഗറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രാംനഗറിലത്തെ ഈ വർക്ക്ഷോപ്പിൽ ഗുരു ഗാരേജിൽ വന്ന് ഞാൻ ചോദിച്ചു. ഗുരു ഗാരേജിൻ്റെ ആളാണിത്. അപ്പോൾ ഗുരു ഗാരേജിൽ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്റ്റേ ചെയ്യാൻ വേറെ സൗകര്യമൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് ഞാൻ ഇത് നിർത്തിയിരിക്കുന്ന ഒരു ഹോട്ടലാണ്. അതിൻ്റെ സൈഡിൽ ഇവിടെ ടെൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഇവിടുത്തെ ചാച്ചയാണ് കേട്ടോ. ചാച്ച ഈ ഫോം വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത് രാംനഗറിലെ ഇത് ചെറിയൊരു ടൗണാണ്. കുഞ്ഞിനെ ഞാനിപ്പോൾ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അവൾ ചുറ്റിക്കളിയായിട്ട് നടക്കുക. ഇനി വാ, ചെളി പറ്റും. അപ്പോൾ ഇന്നിവിടെയാണ് സ്റ്റേ. ഇവിടെ ടെൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ടെൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ വൈകിട്ട് ഇവിടെയാണ് കിടന്നത്. രാവിലെ നല്ല മഴയാണ്, തകർത്ത് വരുന്ന മഴയാണ്. ചെയ്തുണ്ടോ, ഒരു രക്ഷയില്ല. രാവിലെ പോകാമെന്ന് നോക്കിയിട്ട് ഒരു രക്ഷയും നടക്കുന്നില്ല. അപ്പോൾ ഇന്നലെ ഇവിടെയാണ് ടെൻ്റ് അടിച്ച് കിടന്നത്. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ല മഴ. അപ്പോൾ ഇവിടെ തന്നെ കൂടാന്ന് വെക്കുകയാണ്. ഇനിയിപ്പം വേറെ പണിയൊന്നുമില്ല, ഇവിടെ തന്നെ കുത്തിയിരിക്കുക. കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യുക. ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങുക. നാളെ രാവിലെ മഴ മാറിയിട്ട് പോവുക. 2 ദിവസം കൂടി മഴയുണ്ട്, അതുകൂടെ നോക്കിയിട്ട് യാത്ര ചെയ്യുക. അപ്പം ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. നല്ല മഴയുള്ള പ്രഭാതം കണ്ട് ഇങ്ങനെ സൂചിച്ചിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാംനഗറിൽ നിന്ന് നാളെ രാവിലെ യാത്ര തിരിക്കണം. ഇന്ന് നമ്മൾ ടെൻ്റൊക്കെ അടിച്ചു കേട്ടോ. ഇതുണ്ടോ, ടെൻ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ കിടന്നുറങ്ങിയിട്ട് ഗുരു വർക്ക്ഷോപ്പ് അവിടെയുണ്ട്. പുള്ളി ഇപ്പം അടച്ചിട്ട് പോകാൻ തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കിടപ്പ് ഇവിടെയാണ്. ഇന്നലെ ഇവിടെ തന്നെയാണ് കിടന്നത്. ഇന്നലെ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. അപ്പോൾ ഇവർ വൈകിട്ട് ഓഫീസ് തുറക്കുന്നതാണ്, അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് ഓർത്ത് ഇന്ന് ഞാൻ ഇവിടെയാണ് ടെൻ്റ് അടിച്ചിരിക്കുന്നത്. കുഞ്ഞി അകത്തുണ്ട് കേട്ടോ. ആൾ ആശത്തി അകത്ത് കയറി കിടക്കുകയാണ്. കാരണം അവൾ ഇവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഗുണ്ടൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്കും അവൾക്ക് ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ട് അവളെ നേരത്തെ അകത്ത് കയറ്റി. അപ്പോൾ ശരി, അങ്ങനെ ഒരുപാട് നാളത്തിന് ശേഷം 2 ദിവസം ടെൻറ്റിൻ്റെ അകത്ത് കിടന്ന് നാളെ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേനും ഇവിടുന്ന് യാത്ര തിരിച്ചാലേ ഉള്ളൂ. നമുക്ക് ഘാട്ടെല്ലാം കയറി ഇറങ്ങി ഗോവയുടെ സൈഡിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ശരി, രാത്രിയിലെ പരിപാടികളെല്ലാം തീർത്ത് ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ട്, അത് കഴിക്കണം. അപ്പോൾ കുഞ്ഞിക്കും ഭക്ഷണം കൊടുക്കണം. അവിടെ പാത്രമൊക്കെ എടുത്ത് അകത്ത് വെച്ചു. അപ്പോൾ ശരി, നമ്മൾ അകത്തോട്ട് കയറുകയാണ്. നമ്മുടെ വാതായനങ്ങൾ തുറക്കാൻ പോവാണ്. ഇത് കൊതുകുവലയാണ് കേട്ടോ. അവളെ കൊതുക് കുത്തണ്ടെന്നോർത്ത് കൊതുകുവല ഇട്ടതാണ്. അപ്പം നമ്മുടെ ക്യാമറയുടെ കപ്പാസിറ്റിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം എവിടെയെങ്കിലും ചെന്നൊരു ക്യാമറയൊക്കെ ഒപ്പിക്കണം. എൻ്റെ പെണ്ണ് ഇവിടെ കിടപ്പുണ്ട്. കേട്ടോ. പെണ്ണതേ പുതച്ച് മൂടി അവിടെ പട്ട് പാവാടയൊക്കെ എടുത്ത് അവൾ കിടക്കുന്നത് കണ്ടോ. പട്ട് പാവാടയൊക്കെ എടുത്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സാധനവും അവിടെ പാത്രമാണ് കേട്ടോ. വൈകിട്ട് അവൾക്ക് വെള്ളം കുടിക്കണം, അതിന് വേണ്ടിയുള്ള പാത്രമാണ്. പിന്നെ നമ്മുടെ സേഫ്റ്റിയാണ് ഈ സാധനം. ഇതും ഈ ചങ്ങലയാണ് നമ്മുടെ സേഫ്റ്റി. ഈ താഴും കയ്യെ ചുറ്റിയിട്ട് വരുന്നവനെ ആക്രമികളെ നമുക്കൊന്ന് തുരത്തണ്ടേ. പിന്നെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്, ബ്രെഡും ചാറുകറിയും വാങ്ങിച്ചിട്ടുണ്ട്. അവൾക്കും ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ശരി, ഞങ്ങൾ കിടക്കാൻ പോവാണ്. സൈക്കിളൊന്ന് പൂട്ടണം. അതുകൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ സെറ്റായി. നമ്മുടെ ടെൻറ്റിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇതാണ് ടെൻറ്റിങ്. അടിപൊളി. കുഞ്ഞിനകത്ത് ഉണ്ടക്കണ്ണും മേടിച്ച് കിടപ്പുണ്ട്. ഞങ്ങളൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്യുകയാണ്. അത് ഇത് കണ്ടോ, കുഞ്ഞ് കിടന്നുറങ്ങുന്നതുണ്ടോ. അവളിതുവരെ എഴുന്നേറ്റിട്ടില്ല. നമ്മുടെ ഈ കിടക്കുന്ന സാധനങ്ങളും ഈ സാധനങ്ങളെല്ലാം ഇനി വണ്ടിയിൽ വെച്ച് കെട്ടണം, ടെൻ്റ് അഴിക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്.
അത് കഴിയുമ്പോഴത്തേനും നമ്മൾ പതിയെ യാത്ര തുടരാം എന്നാണ് വിചാരിക്കുന്നത്. അത് പറഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് എഴുന്നേറ്റു. യാത്രയെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി. അപ്പോൾ ഞാൻ കുറച്ച് ദൂരം ഇങ്ങ് പോന്നു. ഒരു 2 കിലോമീറ്റർ നമ്മൾ താമസിച്ചിരുന്ന രാംനഗറിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇങ്ങ് പോന്നു. നല്ല മഴയാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പം തെളിയും എന്നാണ് കാലാവസ്ഥ പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വരുന്ന വഴിയിൽ മനോഹരമായൊരു നദി കണ്ടു. കുറേ കാലം കൂടി ഒരു നദിയുടെ മുകളിൽ വന്ന് നിൽക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ വെള്ളമുള്ള നദികൾ നമ്മൾ കാണുന്നത് വളരെ കുറവായിരുന്നു. ഇത് കണ്ടോ, ഈ പാലത്തിൻ്റെ അടിയിലൂടെ ഈ നദി ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കൊങ്കണ്ട ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ പാടശേഖരമൊക്കെയാണ് കാണുന്നത്. പാടശേഖരം എന്ന് പറഞ്ഞാൽ തട്ടുകൃഷിയാണ്. തട്ടുകൃഷിയായിട്ടുള്ള പാടശേഖരങ്ങൾ, ഇവിടെ എല്ലാം കരിമ്പ് കൃഷിയാണ്. അപ്പോൾ ഈ ഹൈവേ നല്ല മനോഹരമായ ഹൈവേ ആണ്. അപ്പം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ചവിട്ടിപ്പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും നേരം കാടിനുള്ളിലൂടെയുള്ള യാത്രയായിരുന്നു. ഇപ്പോൾ നല്ല വീതിയുള്ള റോഡാണ്. പിന്നത്തെ ഇടയ്ക്ക് നന്നായിട്ട് വണ്ടികൾ വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് കാടിനുള്ളിലാണ്. ഇത് കണ്ട കാട് കാണാം. ഹായ്. അപ്പോൾ ഇതുപോലുള്ള വണ്ടികളൊക്കെ വരും. വേണമെങ്കിൽ അവതലൊക്കെ കയറി പോവാം. പക്ഷേ അവരുടെ പടുതായൊക്കെ അഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മോശമായ കാര്യമാണ്. ചോദിച്ചാൽ കയറ്റിക്കൊണ്ട് പോകുന്നവരാണ്. പക്ഷേ നമ്മൾ പോകുന്നില്ല. നമ്മൾ സൈക്കിൾ ചവിട്ടി തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള കാടല്ല, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോകാം. പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ കുറച്ച് കുത്തനെയുള്ള ഇറക്കം വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അത് സൂക്ഷിച്ച് പോയാൽ മതി. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. കുഞ്ഞി ഇവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് നല്ല കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. 2 ദിവസമായിട്ട് അവളെ അടിച്ച് പൊളിക്കുകയായിരുന്നു അവിടെ. അല്ലേടി സുന്ദരി പെണ്ണെ? ചക്രവായ അല്ലേടി? എൻ്റെ ചക്രവായാണോ? എൻ്റെ ചക്രവായ ഞങ്ങൾ 2 ദിവസം ടെൻറ്റിൻ്റെ അകത്തൊക്കെയാണ് കിടന്നത്. അതുകൊണ്ട് ചക്രവായിക്ക് ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞിപ്പെണ്ണ് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് യാത്രയ്ക്ക് ഒന്നുകൂടെ എനർജി കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോളാറിൻ്റെ പിന്നൊക്കെ പോയത് നമ്മൾ ശരിയാക്കി അവിടെ ഇരുന്ന്. 2 ദിവസത്തെ പണി, 2 ദിവസം മഴയായിരുന്നുകൊണ്ട് അവിടെ ഇരുന്ന് ശരിയാക്കി. പിന്നെ ഒരു ജോഡി ചെരുപ്പ് വാങ്ങിച്ചു. കാരണം എപ്പോഴും ഷൂ ഇട്ടുകൊണ്ട് എല്ലായിടത്തോട്ടും പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു ജോഡി ചെരുപ്പും നമ്മൾ വാങ്ങിച്ചു. പിന്നെ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ സൈക്കിളിൻ്റെ ഉള്ളിലൊക്കെ വരുത്തിയിട്ടുണ്ട്. കുഞ്ഞിക്കൊന്ന് സേഫായിട്ട് ഇരിക്കാനും കിടക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യം. ഒരുപാട് ലോഡുണ്ട്. ലോഡ് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഗ്യാസും കാര്യങ്ങളും എല്ലാം നമ്മൾ വണ്ടിക്ക് അകത്തോട്ട് കയറ്റിയത് കൊണ്ടാണ്. കാരണം ബാഗിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിയിൽ നിന്ന് അടിച്ചു കയറി ഗ്യാസിൻ്റെ ബോട്ടിൽ ചിലപ്പോൾ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടെല്ലാം അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഗോവയിലേക്കുള്ള നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടൂർ ആരംഭിക്കുകയാണ്. സൗത്ത് ഇന്ത്യ തീരാറായി. ഇനി ഒരു 15 കിലോമീറ്ററോടെ പോയാൽ സൗത്ത് ഇന്ത്യ തീരും. കർണാടകയുടെ ബോർഡറായി. അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര നോർത്ത് ഇന്ത്യയിലേക്കാണ്. വരുന്ന വഴിയിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. ജോപ്പൻ്റെ യാത്ര അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, സഹായിക്കുക. ഓക്കെ, താങ്ക് യു. വരുന്ന വഴിയിൽ കണ്ട ഒരു മനോഹര കാഴ്ച നിങ്ങളെ കാണിക്കാം. 2 ആൽമരങ്ങൾക്കിടയിൽ ഒരു വലിയൊരു ബംഗ്ലാവ്, പഴയൊരു ബംഗ്ലാവാണ്. അത് തകർന്നു പോയതാണ്. ഇത് കരിങ്കല്ലിൽ തീർത്ത ഒരു ബംഗ്ലാവാണ്. പഴയ ബംഗ്ലാവാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തോ അതിന് മുൻപുള്ള കാലത്തോ ഉള്ളൊരു ബംഗ്ലാവാണ്. ആൽമരങ്ങൾ കയറി അതിൻ്റെ ഭിത്തിയിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടുന്ന് സംസാരിക്കുമ്പോൾ പോലും ഭയങ്കര എക്കോ ഉള്ളൊരു സ്ഥലമാണിത്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് സൈക്കിൾ നിർത്തിയതാണ്. വലിയ പറന്ന് പന്തടിച്ച പേരാലാണ്. പേരാലിൻ്റെ ചുവട്ടിൽ ഇത് കണ്ടോ, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ ഒരു പേരാൽ വളർന്നു പോയിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ കാഴ്ച ഒന്ന് കണ്ടപ്പോൾ സൈക്കിൾ ഒന്ന് നിർത്തിയതാണ്. ഇതൊരു ചെറിയ ഗ്രാമമാണ്. ഇവിടെ നിന്ന് നമ്മൾ ഒരു 2 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ അസ്ട്രോൾ എന്നുള്ള ഒരു ഗ്രാമമാണിത്. ഇവിടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ. കാരണം കാടിൻ്റെ പശ്ചാത്തലമുള്ളിടത്തെല്ലാം റിസോർട്ടുകൾ ധാരാളമുണ്ടല്ലോ. അതുപോലെ തന്നെ താഴെ കൃഷിഭൂമി, വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡിലൂടെ പതിയെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ സൈക്കിൾ നിർത്തി അതൊക്കെ വീഡിയോ ചിത്രീകരിച്ചാണ് പോകുന്നത്. അപ്പോൾ മനോഹരമായ ഒരു പഴയൊരു ബംഗ്ലാവാണ്. അതിൻ്റെ സമീപത്താണിപ്പോൾ ഞാനുള്ളത്. അപ്പോഴത്തെ മനോഹരമായൊരു കാഴ്ച കണ്ടോ. തട്ട് തട്ടായിട്ടുള്ള കാടിൻ്റെ നടുവിലുള്ള നെൽകൃഷിയാണ്. എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. ഒരു തട്ട്, 2 തട്ട്, അങ്ങനെ തട്ട് തട്ടായിട്ട് താഴോട്ട് ഇറങ്ങി വരുന്നു. ഇതിൻ്റെ അടിയിലൂടെ ഇപ്പുറത്തോട്ട് നമ്മൾ വന്നാലും നമുക്ക് കാണാൻ പറ്റുന്നത് തട്ട് തട്ടായിട്ടുള്ള കൃഷിഭൂമികളാണ്.
വളരെ മനോഹരമാണ് കേട്ടോ. ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമങ്ങളുടെ ഉള്ളിലൂടെ വരുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ്. ഇതുണ്ടോ, ഇവിടെയും മനോഹരമായ തട്ടുകൃഷിയാണ്. തട്ടായിട്ട് ഭൂമി നിരത്തിയിട്ട് അതിൽ നെൽപ്പാടങ്ങളാണ്. ഇവിടെ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കാവൽപ്പരയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ മലയുടെ മുകളിലൂടെ ചെറിയ മഞ്ഞുകണങ്ങളൊക്കെ പാഞ്ഞു നടക്കുന്ന കാണാം, കോടമഞ്ഞ്. മനോഹരമായൊരു കാഴ്ച. ഇതൊക്കെ കാണാനാണ് നമ്മൾ ഈ ഉള്ളിലൂടെ വരുന്നത്. ഇതിനുവേണ്ടി തന്നെയാണ് ഞാൻ കർണാടകയിൽ മുന്നേ വന്നപ്പോഴും ഈ ഭാഗങ്ങൾ ഒഴിവാക്കിപ്പോയത്. ഗോവയിലേക്കുള്ള യാത്രയിൽ നമുക്കിതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഈ തോട് ഇതിൻ്റെ അടിയിലൂടെ ഒഴുകി വരികയാണ്. അപ്പോൾ മേളിൽ നിന്ന് വരുന്ന വെള്ളം ഈ തോട്ടിലൂടെയാണ് ഒഴുകി പോകുന്നത്. ഇത് കണ്ടോ, അവർ കൃഷിയിലെ ഇടയിൽ എന്തെല്ലാമോ വെച്ച് പിടിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അത് അത്രയും ഭാഗം കേടുവന്നു നെല്ല്. അപ്പോൾ അതിനൊരു സംരക്ഷണം നൽകാനുള്ള എന്തോ ഒരു ചെടിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല, ചോദിക്കാൻ ഭാഷ അറിയില്ല. അപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ ഇടയിൽ അത്രയും പഴുത്തുപോയി നെല്ല് പഴുത്തു പോയതുകൊണ്ട് അതിന് എന്തോ ഒരു ഇത് കിട്ടത്തക്ക രീതിയിൽ ഒരു ചെടിയുടെ കമ്പ് കൊണ്ട് കുത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള അസിഡിറ്റി മാറുമെന്നാണ് തോന്നുന്നത്. അസിഡിറ്റി കാരണമാണ് അത് പഴുത്തു പോയിരിക്കുന്നത് അത്രയും ഭാഗം. അപ്പോൾ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളിങ്ങനെ കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അസിഡിറ്റി കാരണം അവിടെ കണ്ടോ, ആ മഞ്ഞ കളർ കണ്ടോ, അസിഡിറ്റി എന്തോ വളത്തിൻ്റെ കൂടുതൽ കൊണ്ടോ മണ്ണിൻ്റെ വ്യത്യാസം കൊണ്ടോ ഒക്കെയാണ് സംഭവിക്കുന്നത്. അവിടെ എന്തോ ഇലകൾ കുത്തിവെച്ചു. അത് കാലക്രമേണ മണ്ണിൻ്റെ അസിഡിറ്റിയെ മാറ്റി നെല്ല് നന്നായിട്ട് വളരാനുള്ള സഹായം ചെയ്യും. ഇതുണ്ട്, നല്ല മനോഹരമായ ഒരു പാടം ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു കാവൽപ്പരയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതുണ്ട് ഒരു കാവൽപ്പര. ഈ കാഴ്ചകളാണ് നമുക്ക് ആവശ്യം. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവെന്ന് പറഞ്ഞ ഗാന്ധിജി ചുമ്മാ അല്ല പറഞ്ഞത്, ഗ്രാമങ്ങൾ തോറും നടന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ടൗണിൽ കൂടെ യാത്ര ചെയ്യുന്നവരൊന്നും ഇതൊന്നും കാണാറില്ല, ഗ്രാമങ്ങളിലുള്ളവരെ ശ്രദ്ധിക്കാറുമില്ല. കാരണം അവരൊക്കെ കുറഞ്ഞവരാണെന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും. ടൗണുകളിലൂടെ പദയാത്ര നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ഗ്രാമങ്ങൾ കാണണം. ഇത് കാടാണ് കേട്ടോ, കാടിനുള്ളിലാണ് ഞാൻ. ഇത് കണ്ടോ, മാനൊക്കെ ഉണ്ടെന്ന് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഒരു മാന്യം കണ്ടില്ല. ഇത് കണ്ടോ, ഇവിടവും അതുപോലെ തന്നെ തട്ടുകെട്ടായിട്ട് അങ്ങ് അകലേന്ന് തന്നെ തട്ടുകെട്ടായിട്ട് ഇറങ്ങി വരുന്നതാണ് കേട്ടോ. ഇതുണ്ടോ, ദൂരേന്ന് വരുന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ. സൈഡിൽ കൂടി ഒരു പുഴ ഒഴുകി പോകുന്നു. പുഴയല്ല, തോട്. അപ്പോൾ ഈ കാട്ടിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇത് നായ ഏതാണ്ട് ചത്ത് കിടപ്പുണ്ട്, അതിൻ്റെ ഒരു ചെറിയ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ശരി, നമ്മൾ ക്രോസ് ചെയ്ത് നമ്മുടെ കുഞ്ഞിയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ നായ വണ്ടി ഇടിച്ചതാണ്. അപ്പോൾ ശരി, നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോഴത്തെ ഗോവയ്ക്കുള്ള യാത്രയിൽ പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തെ നമ്മൾ ഈ ഹോട്ടൽ അമൃതയിൽ നിന്ന് കയറി ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് യാത്ര തിരിക്കുകയാണ്. ഇവിടെ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കാണാൻ. കുഞ്ഞ് സേഫായിട്ടിരിക്കുന്നു. ഇവിടെ ഒരു സർവീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പോഴത്തെ ഇവരെല്ലാം വണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ്. ഹോട്ടൽ അമൃത നല്ല ഫുഡായിരുന്നു കേട്ടോ. 3 പൊറോട്ടയും ഒരു ചിക്കൻ കറിയും കഴിച്ചു. ചിക്കൻ കറി ഫുള്ള് എനിക്കല്ല, പകുതി ഇവള് തിന്നു, പകുതി ഞാൻ കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പം ഡൗണാണ്, മൊത്തം ഇറക്കമാണ്. ഇറക്കം വിട്ട് പോവുക, നേരെ പോയിട്ട് നേരെ അടുത്ത കയറ്റം കയറുക. അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഇറക്കമാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര ഈ ചെറിയ ഗ്രാമത്തിൽ നിന്നും തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഗോവയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറക്കം ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴത്തേനും ഒരു ആനിമൽ ക്രോസിങ്ങിനുള്ള ഒരു കാടിൻ്റെ നടുവിലെ ഒരു പ്രദേശത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. നല്ല മഴയാണ്. ഇത് കണ്ടോ, നമ്മുടെ കുഞ്ഞിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കാകെയുള്ള ഒരു ആനിമൽ ഇവൾ മാത്രമാണ്. അത് ഡൊമസ്റ്റിക് ആനിമലായിപ്പോയി, ഫോറസ്റ്റ് ആനിമലല്ല. അപ്പോഴത്തെ ഇതാണ് ആനിമൽ ക്രോസിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാത. പഴയ റോഡാണ് താഴെ കാണുന്നത്. ഈ സൈഡിൽ കൂടെ അകത്തോട്ട് പോയിട്ട് ഇവിടുന്ന് വരുന്ന മൃഗങ്ങൾക്ക് ഇതിൻ്റെ അടിയിലൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാൻ പറ്റും. അപ്പോഴത്തെ ഇതൊരു വലിയ ക്രോസാണ് കേട്ടോ. അവിടുന്ന് 1 കിലോമീറ്ററോളം ഉണ്ട് ഹൈറ്റ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നല്ല മഴയാണ് കേട്ടോ, മഴ നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഈ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഈ ഏരിയ. ഇതിൻ്റെ അടിയിൽ കൂടി ആനിമലിന് അങ്ങോട്ട്, ആനയ്ക്കോ ഏതിന് വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചാലുകളൊക്കെ ഉണ്ട് വെള്ളം ഒഴുകി പോകാനുള്ള. നിബിഡ വനമാണ്, കാണാൻ വളരെ മനോഹരമാണ്.
അപ്പം മഴയും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര രസമാണ് കാണാൻ. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വല്ലപ്പോഴും ഓരോ വണ്ടികൾ വരുന്നതാണ് ഈ കാട്ടിനുള്ളിലെ നമ്മുടെ ഏക ആശ്രയം. ആജി കേരള से हो? मैं पूरा इंडिया हाँ और स्टेट जा रहे हैं. अभी 5-6 हो गया. 5 स्टेट और एक यूनियन टेरिटरी पौंडीचेरी और उसका बाकी माही दोनों हो गया. ओके जी, नाश्ता किया उधर से होटल से किया. ओके जी. അപ്പോൾ അതെ വഴിയിൽ നമ്മളെ കണ്ടുമുട്ടുന്ന ആളുകൾ ഇതുപോലെ തന്നെയാണ്. ഇന്നലെ രാത്രിയിലും ഇതുപോലെ തന്നെ ആളുകളൊക്കെ രാത്രിയിൽ നമ്മളെ വന്ന് ടെൻറ്റിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് നമുക്ക് രാവിലെ നാസ്തയ്ക്കുള്ള പൈസ തന്ന ആളുകൾ വരെയുണ്ട്. അതാണ് കർണാടകക്കാരുടെ ഒരു സ്നേഹം. ഈ തമിഴ്നാട് ഒഴികെ മറ്റ് ഏത് സംസ്ഥാനത്ത് ചെന്നാലും നമുക്ക് ഭയങ്കര സ്നേഹമാണ്. നമ്മളെ സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. തമിഴ്നാട്ടിൽ അത് ചുരുക്കമാണെന്നേ ഉള്ളൂ. ഒരു 10% പേരേ ഉള്ളൂ നമ്മളെ ഈ യാത്രക്കാരെ ഒരു സ്നേഹത്തോടെ പെരുമാറുന്ന ആളുകൾ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒരു 10% പേര് നമ്മളെ മാറ്റി നിർത്തുമ്പം ബാക്കി 90% നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. കുഞ്ഞിക്ക് മഴ ഒരു സുഖമായി കിട്ടിയിരിക്കുകയാണ്. അവൾക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങാം. അവൾ തുണിയൊക്കെ മാറ്റിയിട്ടിട്ടാണ് കിടക്കുന്നത് മഴ നനയാൻ വേണ്ടി. അങ്ങനെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. സുന്ദരി ഇല്ലേ? ആയിക്കോട്ടെ, നമുക്ക് പോയേക്കാം. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കേരള ടു കാശ്മീർ ഓൾ ഇന്ത്യ സൈക്കിൾ റൈഡ്. ഇനി ഗോവയിലേക്കാണ്. ഓക്കെ. അപ്പോഴത്തെ കാട്ടിലെ വലിയൊരു ഫാമിലീനെ കണ്ടപ്പോഴത്തേക്കും നമ്മളൊന്ന് നിർത്തിയതാണ്. വലിയൊരു ഫാമിലിയാണ്. അതൊരു വലിയ പാലത്തിൻ്റെ മുകളിലാണ്. ഇത് കണ്ടോ, വെള്ളമൊക്കെ കര കവിഞ്ഞൊഴുകിയതാണ് കേട്ടോ. ഇങ്ങനെ മുകളിലോട്ടൊക്കെ കയറിയ വെള്ളമാണ്. വലിയൊരു പുഴ ഒഴുകി പോകുന്നു. കാട്ടരുവിയാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. നിറച്ച് ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ സൈഡിലുള്ള മരങ്ങൾ, അതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ആ മരങ്ങളൊക്കെ ഉണ്ട് ധാരാളം. അപ്പോൾ കാട്ടിലെ കൂട്ടുകാർ, കാട്ടിലെ ഒരു വലിയ ഫാമിലി ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞു ദേ ഇവിടെയുണ്ട് കേട്ടോ. നമ്മൾ അൻമോഡ് എന്നുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ആശ്രമമാണ്. ഹനുമാൻ ക്ഷേത്രവും ശിവക്ഷേത്രവും ഒക്കെ ചേർന്ന ഒരു ആശ്രമമാണ്. ശ്രീ ഹനുമാൻ മന്ദിറാണിത്. മനോഹരമായൊരു ക്ഷേത്രം. ഈ ആശ്രമം കൂടിയാണ് സാധു കാത്രി ശാന്തി നിവാസ് ആശ്രം അൻമോഡ്. അപ്പോൾ നമ്മൾ കർണാടകത്തിൻ്റെ അതിർത്തി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി പോയാൽ മതി. ഈ റോഡിൽ കൂടിയാണ് നമ്മൾ വന്നത്. കാടിന് നടുവിലാണ് ഈ ആശ്രമം. അതാണ് ആശ്രമം. അപ്പോൾ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. ഈ മഴയത്താണ്, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ റണ്ണിങ്ങിലെടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വേണമെങ്കിൽ വരുന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റിസോർട്ടും കാര്യങ്ങളും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട് ഇനി താമസിയാതെ തന്നെ. അപ്പോൾ ഈ റോഡിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർസിറ്റിയുടെ വണ്ടികളാണ് കൂടുതലും. ഗുജറാത്ത് വണ്ടിയും ഇത് നാഗാലാൻഡ് വണ്ടിയൊക്കെയാണ് കൂടുതലും വരുന്നത്. പുറകെ അടുത്ത വണ്ടി വരുന്നുണ്ട്, കർണാടകയുടെ വണ്ടിയാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ വന്ന് അൻമോഡ് എന്നുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇറക്കമാണ്. ഗോവയിലോട്ട് ഇനി ഒരു 10 കിലോമീറ്ററാണ് ഗോവയുടെ ബോർഡറിലോട്ടുള്ളത്. ഇതൊരു അൻമോഡ് എന്നുള്ളൊരു ഗ്രാമമാണ്. ആ കാണുന്നത് സ്കൂളാണ്. ഇവിടുത്തെ അമ്പലമാണ് ആ കാണുന്നത്. ഒരു ചെറിയ ഗ്രാമം. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പതിയെ നീങ്ങുകയാണ്. വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നല്ല മഞ്ഞ് മൂടിയൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഒരു കോടമഞ്ഞിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ 2-3 കടകളും കുറച്ച് വീടുകളുമൊക്കെ ഉള്ളൊരു ചെറിയ ഗ്രാമമാണ്. ഇതുകൊണ്ട് നല്ല കോടമഞ്ഞുണ്ട്. ഇനി അങ്ങോട്ട് നല്ല കോടമഞ്ഞാണ്. ഇതുകൊണ്ട് അവിടെയെല്ലാം കോട കയറി കിടക്കുകയാണ്. കുറച്ച് ദൂരമായിട്ട് ഞാനിങ്ങനെ കോട കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് വണ്ടി നിർത്തിയാലേ ഉള്ളൂ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതൊരു അമ്പലം, ഇവിടെ ഒരു സ്കൂള്, താഴോട്ട് ഗ്രാമങ്ങൾ, കൃഷിഭൂമികൾ. കാടിൻ്റെ നടുവിലുള്ള ഗ്രാമമാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ കർണാടക ഗോവ ബോർഡറിലുള്ള ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. അൻമോഡ് 2 ബോർഡ് കണ്ടല്ലോ, അൻമോഡ്. അപ്പോൾ ശരി, നമ്മളിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ വഴിയിലൂടെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.